റോഡ് ഷോയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചതായി ആരോപണം. ഇന്നലെ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നതിനിടെയാണ് രാഹുലിന്റെ നെറ്റിയിലേക്ക് ലേസർ സ്നൈപ്പർ ഗണ്ണിന്റെ രശ്മികൾ പതിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 7 തവണ രാഹുലിനെ ഉന്നം വെച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു. വീഡിയോ കോൺഗ്രസും പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് വെടിയുതിർക്കാൻ കഴിയുന്ന തോക്കാണ് ലേസർ സ്നൈപ്പർ ഗൺ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് പരാതിയും നൽകി. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗ്രീൻ ലേസർ 7 തവണ രാഹുലിന് നേരെ ചൂണ്ടിയെന്നാണ് പരാതി. മാധ്യമങ്ങളോട് 10 മിനിറ്റോളം രാഹുൽ സംസാരിച്ചിരുന്നു. അതിനിടെയാണ് ഈ സംഭവം നടന്നത്. സുരക്ഷാ വീഴ്ചയുണ്ടായി. അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് അഹമ്മദ് പട്ടേൽ, ജയറാം രമേശ്, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരാണ് രാജ്നാഥ് സിംഗിന് പരാതി നൽകിയത്. സുരക്ഷാ വീഴ്ച കൊണ്ടാണ് ശത്രുക്കൾക്ക് രാഹുലിന്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയെയും അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധിയെയും വധിക്കാനായതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും നേതാക്കൾ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷന്റെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഉത്തരവാദിത്തമാണ്. രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ അക്കാര്യം സർക്കാർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനായി ഡൽഹിയിൽ നിന്ന് കർണാടകയിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞ വിമാനത്തിന് യന്ത്രത്തകരാർ സംഭവിച്ചിരുന്നു. തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം നടത്തി. ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ തകരാറും അക്കാര്യം പരിഹരിക്കുന്നതിൽ ക്രൂവിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസവും കാരണമാണ് അവസാന നിമിഷം ഇത് കണ്ടെത്താനായതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പോളിംഗ് നടന്ന ദിവസം ഇത്തരത്തിലൊരു വലിയ വാർത്ത പുറത്തു വന്നത് രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ UP സർക്കാരോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തന്റെ പ്രചരണങ്ങളിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെയുള്ള ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. മധ്യപ്രദേശിൽ നിന്നും പിടിച്ചെടുത്ത ഹവാല പണം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. അതിനു പിന്നാലെ രാഹുലിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായത് രാഷ്ട്രീയമായി BJPക്ക് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.